ഹായ് ഗൈസ്, ഇന്നത്തെ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂര്യയെ നായകനാക്കി RJ ബാലാജി സംവിധാനം ചെയ്ത കറുപ്പ് എന്ന ചിത്രം ഇന്ന് രാത്രി മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTT റിലീസ് ചെയ്യുമെന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഇനി കറുപ്പ് സിനിമയുടെ 26 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 26 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 14,55,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്നും മാത്രം 166,32,00,000 രൂപയും ലോകമെമ്പാട് നിന്നും 325,58,00,000 രൂപയും കറുപ്പ് സിനിമ 26 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുണ്ട്. സൂര്യയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയമായിട്ടാണ് കറുപ്പ് സിനിമ മാറിയിട്ടുള്ളത്. ആക്ഷൻ കിങ് അർജുൻ നായകനായിട്ടെത്തി തിയേറ്ററുകളിൽ സർപ്രൈസ് വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ബ്ലാസ്റ്റ്. ചിത്രത്തിന്റെ ആദ്യ 13 ദിവസത്തെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 13 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 12,29,00,000 രൂപയും തമിഴ്നാട്ടിൽ നിന്നും മാത്രം 23,48,00,000 രൂപയും ഓവർസീസിൽ നിന്നും 12,73,00,000 രൂപയും സ്വന്തമാക്കിയ ബ്ലാസ്റ്റിന്റെ 13 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 59,30,00,000 രൂപയാണ്. 17 കോടി രൂപ മാത്രം ബഡ്ജറ്റ് കണക്കാക്കുന്ന ബ്ലാസ്റ്റ് തിയേറ്ററുകളിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം 3 എന്ന സിനിമയുടെ ആദ്യ 22 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 22 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 88 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 234,50,00,000 രൂപയുമാണ് ദൃശ്യം 3 ആദ്യ 22 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു സമയത്ത് 250 കോടിയൊക്കെ നിസ്സാരമായി കടക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിൽ കൂടി മൂന്നാം വാരത്തിലേക്ക് എത്തിയപ്പോൾ കളക്ഷനിൽ വലിയൊരു ഇടിവ് തന്നെ ദൃശ്യം 3ക്ക് നേരിടേണ്ടി വന്നു. മുഖത്തിനുണ്ണി അസോസിയേറ്റ് എന്ന സിനിമയ്ക്ക് ശേഷം അഭിനവ് സുന്ദർ നായക് സംവിധാനം ചെയ്ത് നസ്ലിൻ കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ഏറ്റവും പുതിയ മലയാള ചിത്രമായ മോളിവുഡ് ടൈംസ് എന്ന സിനിമയുടെ ആദ്യ 7 ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ 7 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 7,40,00,000 രൂപയും 7 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും 15 കോടി രൂപയുമാണ് മോളിവുഡ് ടൈംസ് ആദ്യ വാരം വെറും 7 ദിവസങ്ങൾ കൊണ്ട് നേടിയെടുത്തിട്ടുള്ളത്. ബഡ്ജറ്റ് ബേസിൽ സിനിമ ഹിറ്റിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കൂടി ചിത്രത്തിന്റെ റിവ്യൂസ് വെച്ച് നോക്കുമ്പോൾ അത്ര മികച്ച കളക്ഷനല്ല മോളിവുഡ് ടൈംസിന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അക്ഷയ് കുമാറിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത ഒരു ബോളിവുഡ് സൂപ്പർ ഹിറ്റ് ഹൊറർ കോമഡി സിനിമയാണ് ഭൂത് ബംഗ്ല. ഏകദേശം 120 കോടി രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ചിത്രം 247 കോടി രൂപയോളം ബോക്സ് ഓഫീസ് കളക്ഷനെ നേടിയെടുത്തിരുന്നു. എന്തായാലും ഭൂത് ബംഗ്ല ഇപ്പോൾ OTT റിലീസിലേക്ക് കടക്കുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇന്ന് രാത്രി 12 മണി മുതൽ ഭൂത് ബംഗ്ല നെറ്റ്ഫ്ലിക്സിലൂടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കും. ദളപതി വിജയ് ലാലേട്ടൻ കോംബോ ഒന്നിച്ച് 2014 പുറത്തു വന്ന് സൂപ്പർ ഹിറ്റ് വിജയം നേടിയ സിനിമയാണല്ലോ ജില്ല. 12 വർഷങ്ങൾക്കിപ്പുറം ജില്ല റീ റിലീസിന് ഒരുങ്ങുന്നു. ദളപതി വിജയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വരുന്ന ജൂൺ 19 ജില്ലാ സിനിമയുടെ 4K വേർഷൻ റീ റിലീസിനെത്തുക. ജോമോൻ ജ്യോതിറിനെയും അലനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ രജീവൻ അബ്ദുൾ ബഷീർ സംവിധാനം ചെയ്യുന്ന ഒരു കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് പൂച്ച സർ. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എക്കോ എന്ന സിനിമ നിർമ്മിച്ചിട്ടുള്ള MRK ജയറാമാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത്. റീസെന്റായി ഹോളിവുഡിൽ നിന്നും പുറത്തു വന്ന് മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ഒരു സയൻസ് ഫിക്ഷൻ ഏലിയൻ സീരീസ് ആണ് ഏലിയൻ എർത്ത്. ഇപ്പോഴത്തെ ഏലിയൻ എർത്ത് സീസൺ 2 ചിത്രീകരണം ഇന്ന് മുതൽ ആരംഭിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. വരുന്ന 2027 ഏലിയൻ എർത്ത് സീസൺ 2 റിലീസിനെത്തുക. നന്ദമൂരി ബാലകൃഷ്ണയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം നായകനാവുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഗ്ലിംസ് വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വീരസിംഹ റെഡ്ഡി എന്ന സിനിമയ്ക്ക് ശേഷം ഗോപിചന്ദ് മൽനേനി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രത്തിന് NBK 111 എന്നാണ് താൽക്കാലികമായി പേര് നൽകിയിട്ടുള്ളതും. തമൻ മ്യൂസിക് ഒരുക്കുന്ന ഈ ചിത്രം ടിപ്പിക്കൽ ബാലകൃഷ്ണ സിനിമ പോലെ തന്നെ ഒരു ആക്ഷൻ കൊമേഴ്സ്യൽ പശ്ചാത്തലത്തിലാണ് തയ്യാറാവുന്നതെന്ന് ഈ ഒരു ഗ്ലിംസിൽ തന്നെ സൂചന നൽകുന്നുമുണ്ട്. ഹോളിവുഡിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തി ഒരു അത്ഭുത വിജയമായി മാറിക്കൊണ്ടിരിക്കുന്ന സിനിമയാണ് ഒബ്സഷൻ. ഏകദേശം 9,50,00,000 രൂപ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ ഈ ചിത്രം വെറും 12 ദിവസങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ നിന്നും മാത്രം ഇതിനോടകം 53,87,00,000 രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതേസമയം 12 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ $230 മില്യൺ, കൃത്യമായി പറഞ്ഞാൽ 2,190 കോടി രൂപയാണ് ഒബ്സഷൻ 12 ദിവസങ്ങൾ കൊണ്ട് ലോകമെമ്പാട് നിന്നും സ്വന്തമാക്കിയിട്ടുള്ളത്. ആവേശം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം സൂര്യയെ കേന്ദ്ര കഥാപാത്രമാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്തു വരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സൂര്യ 47. സൂര്യക്കൊപ്പം മലയാളി താരങ്ങളായ നസ്ലിൻ, നസ്രിയ, സംഗീത് പ്രദീപ്, ഇന്ദ്രൻസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന സൂര്യ 47 നിന്നും നസ്ലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് ഒരു പോസ്റ്റർ മൂവി ടീം പുറത്തുവിട്ടിരുന്നു. നിലവിൽ അവസാനഘട്ട ചിത്രീകരണം നടന്നു വരുന്ന സൂര്യ 47 എൻഡയർ ഷൂട്ട് ഈ മാസം അവസാനത്തോടുകൂടി പൂർത്തിയാവുകയും ചെയ്യും. സൂര്യ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്ന സൂര്യ 47 ഒരു കോമഡി ആക്ഷൻ പശ്ചാത്തലത്തിലാണ് ഒരുങ്ങുന്നത് എന്ന തരത്തിലും ചില വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വൈശാഖ് സംവിധാനം ചെയ്തു വരുന്ന ഒരു ഗ്യാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഖലീഫ. പൃഥ്വിരാജിനൊപ്പം കൃതി ഷെട്ടി, ഇന്ദ്രൻസ്, മണിയമ്പിള്ള രാജു, ജിനു വർഗീസ് തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഖലീഫയുടെ കേരള ഷെഡ്യൂൾ ചിത്രീകരണം എല്ലാം തന്നെ ഓൾറെഡി പൂർത്തിയായിരുന്നു. ഇപ്പോഴിതാ നാളെ മുതൽ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ചിത്രീകരണം ദുബായിൽ വെച്ച് ആരംഭിക്കുമെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ദുബായിൽ ഏകദേശം 10 ദിവസത്തെ ഷൂട്ടാണ് ഖലീഫയ്ക്കുള്ളത്. അതും പൂർത്തീകരിച്ച ശേഷം വരുന്ന ജൂൺ മാസം 30 തന്നെ ഖലീഫയുടെ എൻഡയർ ഷൂട്ട് മൂവി ടീം പൂർത്തീകരിക്കും.
തുടർന്ന് വരുന്ന ഓഗസ്റ്റ് 20 ഓണം റിലീസായി ഖലീഫ റിലീസിന് എത്തുകയും ചെയ്യും. വമ്പൻ ബജറ്റിൽ വൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഖലീഫ നിർമ്മിക്കുന്നത് ജിനു എബ്രഹാം, സിജോ സെബാസ്റ്റ്യൻ, സൂരജ് കുമാർ എന്നിവർ ചേർന്നാണ്. തുടരും എന്ന സിനിമയുടെ വമ്പൻ വിജയത്തിന് ശേഷം ലാലേട്ടൻ തരുൺമൂർത്തി കോംബോ ഒന്നിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് അതിമനോഹരം. ലാലേട്ടൻ ഒരു പോലീസ് ഓഫീസറുടെ വേഷത്തിലെത്തുന്ന അതിമനോഹരം എന്ന ഈ സിനിമയുടെ കേരള ഷെഡ്യൂൾ ചിത്രീകരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ജൂൺ മാസം അവസാനത്തോടെ കേരളത്തിലെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകളെല്ലാം തന്നെ പൂർത്തിയാവുകയും ചെയ്യും. തുടർന്ന് വരുന്ന ജൂലൈ മാസത്തിൽ മുംബൈ, ചെന്നൈ എന്നിവിടങ്ങളിലായി അവസാനഘട്ട ചിത്രീകരണവും നടക്കും. ലാലേട്ടനൊപ്പം ജഗദീഷ്, മീര ജാസ്മിൻ, ഇർഷാദ്, മുകേഷ്, മനോജ് കെ ജയൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അതിമനോഹരം വരുന്ന ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിക്കാനാണ് മൂവി ടീം പ്ലാൻ ചെയ്യുന്നത്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻ കമ്പനിക്ക് വേണ്ടി ആഷിഖ് ഉസ്മാനാണ് അതിമനോഹരം നിർമ്മിക്കുന്നതും. ദുൽഖർ സൽമാനെ നായകനാക്കി നഹാസ് ഹിദായത്ത് സംവിധാനം ചെയ്ത് നിലവിൽ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുവരുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ഐ ആം ഗെയിം. ഒരു മലയാളം ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമയായി തയ്യാറാവുന്ന ഐ ആം ഗെയിമിന്റെ ടീസർ റിലീസിന് തയ്യാറെടുക്കുന്നു എന്നൊരു ന്യൂസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം വരുന്ന ജൂൺ 20-നോ 28-നോ ഐ ആം ഗെയിമിന്റെ ആദ്യ ടീസർ പുറത്തു വരാനാണ് സാധ്യത. ഇനി ചിത്രത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഐ ആം ഗെയിം സിനിമയുടെ ജോണറിനെ പറ്റി ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ സംവിധായകൻ നഹാസ് ഹിദായത്ത് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനമായും ഒരു ഫാന്റസി, ആക്ഷൻ, ത്രില്ലർ പശ്ചാത്തലത്തിലാണ് ഐ ആം ഗെയിം ഒരുങ്ങിയിട്ടുള്ളതെന്നും ഇതിനൊപ്പം തന്നെ മിസ്റ്ററി, ക്രൈം ജോണറുകളിലും സിനിമ സഞ്ചരിക്കുമെന്നുമാണ് നഹാസ് ഹിദായത്ത് സൂചിപ്പിച്ചിട്ടുള്ളത്. ദുൽഖറിനൊപ്പം ആന്റണി വർഗീസ്, കയാദുൽ ലോഹർ, കദിർ, മിഷ്കിൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഐ ആം ഗെയിം വരുന്ന ഓഗസ്റ്റ് 20 ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തും. ചിയാൻ വിക്രത്തെ നായകനാക്കി ആനന്ദ് ശങ്കർ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ചിയാൻ 63. മലയാളി താരം റിയ ഷിബു വിക്രത്തിനൊപ്പം നായികയായിട്ടെത്തുന്ന ചിയാൻ 63യുടെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് ഇന്ന് ചെന്നൈയിൽ വെച്ച് തുടക്കമായിരിക്കുന്നു. ഒരു ഗ്യാങ്സ്റ്റർ, ആക്ഷൻ, ത്രില്ലർ പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ചിയാൻ 63 നിർമ്മിക്കുന്നത് സത്യജ്യോതി ഫിലിംസ് ആണ്. ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ പുറത്തുവരും. YRFന്റെ സ്പൈ യൂണിവേഴ്സിൽ വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സ്പൈ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ആൽഫ. ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ആൽഫ സംവിധാനം ചെയ്യുന്നത് ശിവ റൈവൽ ആണ്. നിർമ്മാണം ആദിത്യ ചോപ്രയും. വരുന്ന ജൂലൈ മാസം 3 ആൽഫ റിലീസിനെത്തുമെന്ന് മൂവി ടീം തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട്. ജനപ്രിയ നായകൻ ദിലീപ് നായകനായി അടുത്തതായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വർഷം തന്നെ തിയേറ്ററുകളിലേക്ക് എത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ മോഹിനിയാട്ടം എന്ന സിനിമയുടെ സംവിധായകനായ കൃഷ്ണദാസ് മുരളിയാണ് ദിലീപിന്റെ അടുത്ത സിനിമ സംവിധാനം ചെയ്യുക. ഈ വർഷം നവംബർ മാസത്തിൽ ചിത്രീകരണം ആരംഭിച്ച് 2027 വിഷു റിലീസായി ഈ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളതും. ലാലേട്ടന്റെ നായകനാക്കി തുടരും എന്ന ഇൻഡസ്ട്രി ഹിറ്റ് സിനിമയൊരുക്കിയ തരുൺമൂർത്തി എന്ന സംവിധായകനാണ് ഈ ദിലീപ് ചിത്രം നിർമ്മിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്. കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായി.